നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ നിരവധി താരങ്ങളാണ് UAE ഗോൾഡൻ വിസ സ്വീകരിച്ചത്. ഇവരെ കൂടാതെ തന്നെ നിരവധി പ്രവാസികൾക്കും ഗോൾഡൻ വിസ ലഭിക്കുകയുണ്ടായി. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ സംഭാവന നൽകിയ വ്യക്തികൾക്കാണ് UAE ഗോൾഡൻ വിസ നൽകുന്നത്. മലയാള സിനിമാ രംഗത്തു നിന്നുള്ള വ്യക്തികൾക്ക് ഗോൾഡൻ വിസ ലഭിക്കുന്നത് ഇതാദ്യമാണ് എങ്കിലും നിരവധി പേർക്ക് ലഭിച്ചിട്ടുണ്ട്. 2 വർഷം കൂടുമ്പോൾ പുതുക്കുന്ന എംപ്ലോയ്മെന്റ് വിസയ്ക്ക് പകരം 10 വർഷത്തേക്ക് വിസ അനുവദിക്കുന്നതാണ് ഗോൾഡൻ വിസ എന്നത്. ദീർഘകാല റെസിഡന്റ് വിസ പദ്ധതി 2018 മുതലാണ് UAE ആരംഭിച്ചത്. നേരത്തെ ഷാരൂഖ് ഖാൻ, സഞ്ജയ് ദത്ത് തുടങ്ങിയ ബോളിവുഡ് താരങ്ങൾക്കും സാനിയ മിർസ ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾക്കും ഗോൾഡൻ വിസ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി പ്രാധാന്യം നിറഞ്ഞ ഗോൾഡൻ വിസ മറ്റൊരു രാജ്യം കൂടി അനുവദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതായത് പ്രവാസികൾക്കും ഗോൾഡൻ വിസ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഗൾഫ് രാജ്യമായ ബഹ്റൈൻ രംഗത്തെത്തി. UAEക്ക് പിന്നാലെയാണ് ബഹ്റൈനും ഗോൾഡൻ വിസ സമ്പ്രദായം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. കുടുംബാംഗങ്ങൾക്ക് കൂടി ദീർഘകാല വിസ കിട്ടുന്ന വിധമാണ് ഗോൾഡൻ വിസ അനുവദിക്കുന്നതെന്ന് നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുറഹ്മാൻ, വിസ ആൻഡ് റെസിഡൻസ് മേധാവി ഷെയ്ഖ് അഹമ്മദ് ബിൻ അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. 5 വർഷമായി ബഹ്റൈനിൽ താമസിക്കുന്ന 2000 ബഹ്റൈൻ ദിനാർ, അതായത് 4 ലക്ഷം ഇന്ത്യൻ രൂപ മാസ ശമ്പളമുള്ള വിദേശികൾക്ക് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 ലക്ഷം ബഹ്റൈൻ ദിനാർ, അതായത് 4 കോടിയോളം ഇന്ത്യൻ രൂപ ബഹ്റൈനിൽ നിക്ഷേപമുള്ളവർക്കും ഗോൾഡൻ വിസ ലഭിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ പ്രൊഫഷണലുകൾ, കായിക താരങ്ങൾ, കലാകാരന്മാർ തുടങ്ങിയവർക്കും വിസ നൽകും. 10 വർഷത്തെ വിസയ്ക്ക് 300 ബഹ്റൈൻ ദിനാറാണ് ഫീസ്. ഓൺലൈനിൽ ഇന്ന് മുതൽ വിസ അപേക്ഷ സമർപ്പിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ കൂടുതൽ നിക്ഷേപ സൗഹൃദമാക്കാനും പ്രതിഭകളെ രാജ്യത്തേക്ക് ആകർഷിക്കാനുമാണ് വിസ അനുവദിക്കുന്നതെന്ന് ഷെയ്ഖ് അഹമ്മദ് ബിൻ അബ്ദുള്ള വ്യക്തമാക്കി. അതേസമയം UAEയിൽ 10 വർഷത്തെ ഗോൾഡൻ വിസ പദ്ധതിയിൽ കൂടുതൽ മേഖലകളിലുള്ളവരെ UAE ഉൾപ്പെടുത്തിയെന്ന വാർത്ത ആഗോള ശ്രദ്ധ നേടിയിരുന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. എഞ്ചിനീയർമാർക്കും ഡോക്ടർമാർക്കും കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതാണ് UAE ഗോൾഡൻ വിസ പദ്ധതി എന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ വിസ പദ്ധതിക്ക് ആർക്കൊക്കെയാണ് അർഹതയെന്ന് ഇതിലൂടെ അറിയുവാൻ സാധിക്കും. അതായത് സാധാരണഗതിയിൽ 2 വർഷത്തേക്കാണ് UAE വിസ അനുവദിക്കാറുള്ളത്. 2 വർഷം കൂടുമ്പോൾ പുതുക്കാവുന്ന എംപ്ലോയ്മെന്റ് വിസയ്ക്ക് പകരം 10 വർഷത്തേക്കുള്ള വിസ തന്നെ അനുവദിക്കുന്ന പദ്ധതി 2018ലാണ് UAE സർക്കാർ ആരംഭിച്ചത്. നേരത്തെ മുൻനിര ബിസിനസ് പ്രമുഖർക്കും വിദഗ്ധർക്കും പ്രഖ്യാപിച്ച 10 വർഷത്തെ ഗോൾഡൻ വിസയാണ് UAE കൂടുതൽ രംഗങ്ങളിലേക്ക് വികസിപ്പിക്കുന്നത്. പുതിയ പ്രഖ്യാപനം അനുസരിച്ച് ആർക്കൊക്കെയാണ് ഗോൾഡൻ വിസയ്ക്ക് അർഹതയെന്നും മാനദണ്ഡങ്ങളും പരിശോധിക്കാം. അതായത് PhD ബിരുദധാരികൾക്ക് UAE ഗോൾഡൻ വിസയ്ക്ക് അർഹതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുതിയ പോളിസി നയത്തിൽ മാറ്റം വരുത്തിയതോടെ വന്നിരുന്നു. എന്നാൽ ഖലീജ് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം എല്ലാ PhD ബിരുദധാരികൾക്കും ഗോൾഡൻ വിസയ്ക്ക് അർഹതയുണ്ടായിരിക്കില്ല. ലോകത്തിലെ മികച്ച 500 സർവകലാശാലകൾ ഒന്നിൽ നിന്ന് PhD ബിരുദം നേടിയ വ്യക്തികൾക്കാണ് UAE ഗോൾഡൻ വിസ അനുവദിക്കുക. എല്ലാ ഡോക്ടർമാർക്കും 10 വർഷത്തെ വിസ നേടാൻ പുതിയ നിയമപ്രകാരം കഴിയും. പകർച്ചവ്യാധിയെ ഫലപ്രദമായി നേരിടാനും രാജ്യത്തെ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ കുറവ് പരിഹരിക്കാനും ഇത് രാജ്യത്തെ സഹായിക്കുമെന്ന വിലയിരുത്തലിലാണ് UAE ഇത്തരമൊരു തീരുമാനം എടുത്തത്. വൈറൽ എപ്പിഡമോളജിയിൽ വിദഗ്ധരായ ഡോക്ടർമാർക്ക് ഗോൾഡൻ വിസ നൽകുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി. ആരോഗ്യരംഗത്തെ സമഗ്ര വികസനമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. രാജ്യത്തിലെ മനുഷ്യവിഭവശേഷി ഉയർത്തുന്നതിനും സാങ്കേതിക മേഖലകളിലെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഗോൾഡൻ വിസ പദ്ധതി വ്യാപിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേക മേഖലകളിലെ പ്രതിഭകളെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് പ്രോഗ്രാമിംഗ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ആക്റ്റീവ് ടെക്നോളജീസ്, AI ആൻഡ് ബിഗ് ഡാറ്റ എന്നീ മേഖലകളിലെ എല്ലാ എഞ്ചിനീയർമാർക്കും ഗോൾഡൻ വിസ ലഭിക്കും. അംഗീകൃത സർവകലാശാലകളിൽ നിന്ന് 3.8ഉം അതിനു മുകളിൽ സ്കോർ നേടിയവർക്കും UAE 10 വർഷത്തെ ഗോൾഡൻ വിസ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. UAE ഇൻവെന്റേഴ്സിനും ഗോൾഡൻ വിസ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അവർ ആ വസ്തുവിന് പേറ്റന്റ് നേടേണ്ടതുണ്ട്. പേറ്റന്റുകൾക്ക് സാമ്പത്തിക മന്ത്രാലയമാണ് അംഗീകാരം നൽകേണ്ടത്. ഇത് UAE സമ്പദ് വ്യവസ്ഥ വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.